ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മിക്കവരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റെസിപ്പി ആയിരുന്നു ഇത്. അപ്പോൾ നിങ്ങൾ ചോക്ലേറ്റ് സിറപ്പിൻ്റെ റെസിപ്പി ഒത്തിരി കണ്ടിട്ടുണ്ടാകും. എല്ലാത്തിനകത്തും നമ്മൾ സാധാരണ പാലും ബട്ടറും പാൽപ്പൊടിയും അതുപോലെ കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദയൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറ്. അങ്ങനെ ചെയ്യുന്ന സിറപ്പിന് നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ നമുക്ക് ഒത്തിരി നാൾ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കടയിലെ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നമുക്ക് ഏകദേശം ഒരു 3 മാസത്തോളം ഈ ഒരു സിറപ്പ് ഉപയോഗിക്കാം. നമ്മൾ സാധാരണ ചോക്ലേറ്റ് സിറപ്പ് ഏതൊക്കെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നു അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിറപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ട് ആവശ്യമായിട്ടുള്ളത് കൊക്കോ പൗഡർ വേണം. അതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നമ്മൾ എടുക്കുന്നത് ഡാർക്ക് കൊക്കോ പൗഡറാണ് ഏറ്റവും നല്ല ചോയ്സ് എന്ന് പറയുന്നത്. അതുപോലെ നല്ല ബ്രാൻഡിൻ്റെ കൊക്കോ പൗഡർ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് ഇല്ല എന്നാണെങ്കിൽ ലൈറ്റ് കൊക്കോ പൗഡർ വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കളറിൽ കുറച്ചൊരു വേരിയേഷൻ വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഹിൻസിൻ്റെ ഒരു ബ്രാൻഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ചേരുവയാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബ്രൗൺ ഷുഗറാണ് നമുക്കിതിന് വേണ്ടത്. വൈറ്റ് ഷുഗർ ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ഈ റെസിപ്പി ചെയ്തിട്ട് ഒത്തിരി നാൾ സൂക്ഷിക്കാവുന്നതാണ്, പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് കുറവായിരിക്കും. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് തന്നെ ഡാർക്ക് കൊക്കോ പൗഡറും ബ്രൗൺ ഷുഗറും ചേരുമ്പോഴുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ചോക്ലേറ്റ് സിറപ്പിൻ്റെ ടേസ്റ്റിൽ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു പാൻ എടുക്കുക. ഫ്ലെയിം ഒന്നും ഓൺ ചെയ്യരുത്. ആദ്യം നമുക്ക് ഇതിനകത്തോട്ടേക്ക് 1/2 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. കൊക്കോ പൗഡർ 1/2 കപ്പ് എടുക്കുന്ന സമയത്ത് പഞ്ചസാരയുടെ അളവ് എന്ന് പറയുന്നത് നമ്മൾ പഞ്ചസാര പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊടിച്ചതിന് ശേഷമുള്ള അളവ് എന്ന് പറയുന്നത് 1 കപ്പാണ്. അതായത് 1/2 കപ്പ് കൊക്കോ പൗഡറിന് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കണക്ക്. ഇത് കറക്റ്റ് ഒന്ന് ബാലൻസ് ചെയ്തിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. കറക്റ്റ് മെഷർമെൻറ്റ്സ് ആണ് പറയുന്നത്. ഇത് തന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടണമെന്ന് കരുതിയിട്ട് പാല് ചേർത്ത് കൊടുക്കരുത്. ഇതിന് പാലിൻ്റെ ആവശ്യമില്ല. പാല് ചേർത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചീത്തയായി പോകും. പാലൊന്നും ചേർക്കാതെ തന്നെ ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 2 പിഞ്ച് ഉപ്പ് ചേർക്കാം. നമുക്ക് ബട്ടറിൻ്റെ ആവശ്യമില്ല, ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 2 പിഞ്ച് ചേർത്താൽ മതി. ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് തവിയോ അതല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അതിനേക്കാളും എളുപ്പ പണിക്ക് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് മിക്സിയിലോട്ടൊക്കെ ഇട്ടിട്ട് ഒന്നങ്ങ് അടിച്ചെടുത്തിട്ട് വേണമെങ്കിൽ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ. ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വരുന്ന ഒരു സമയം എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. കട്ടയൊന്നും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ്, നമ്മളിത് ഏത് സ്റ്റേജ് എത്തുമ്പോൾ ഓഫ് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. നിങ്ങൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് തിളച്ച് വരാൻ തുടങ്ങും. ഇത് നല്ല തിള വരണം. നന്നായിട്ട് തിളച്ച് പതഞ്ഞ് വരുന്ന ഒരു പാകത്തിലോട്ടേക്ക് വരണം. അതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ തവി ഈ പാനിനടിയിൽ ഇങ്ങനെ ഒന്ന് ഒട്ടി പിടിക്കുന്ന കണക്കത്തിലുള്ള ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി തന്നെയായിരിക്കും ഉണ്ടാകുക. പക്ഷേ ആ ലൂസ് കൺസിസ്റ്റൻസി ആണ് നിങ്ങൾ കരുതരുത്. ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇതിന് നമ്മൾ ഈ തിള വരുന്ന സമയത്ത് തവി വെച്ചിട്ട് ഒത്തിരി സമയം ഇളക്കേണ്ട. ആ ഒരു സമയത്ത് മാത്രം ഒരിത്തിരി സമയം തവി മാറ്റുക. ഇടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക, കണ്ടിന്യൂസ് ഇളക്കാണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് തവി വെച്ചിട്ട് ഇളക്കി കൊടുത്ത് നോക്കുക. ഇളക്കി കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ തവി ഈ പാത്രത്തിനകത്ത് ഒട്ടിപ്പിടിക്കുന്നത് പോലെ അതല്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ചോക്ലേറ്റിൻ്റെ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പാകമായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇത് നെക്സ്റ്റ് സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി തിക്കാവും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ മാക്സിമം ഗ്ലാസിൻ്റെ ബൗൾ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. അതിനകത്ത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒന്നും പാടില്ല. നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കുക. നന്നായി ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നല്ല ചൂടോടുകൂടി തന്നെ ഞാൻ ഈ ഒരു ചോക്ലേറ്റ് സിറപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ കണ്ടോ നല്ല ലൂസായിട്ട് തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇത് നമ്മൾ നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി നമ്മൾ അടച്ച് വെക്കരുത്. ഇത് ശരിക്കും ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിനകത്തോട്ടേക്ക്
വെക്കാൻ വേണ്ടിയിട്ട്. കംപ്ലീറ്റ് ആയിട്ട് ചൂടാറിയ ശേഷം മാത്രം ഫ്രിഡ്ജിനകത്തോട്ടേക്ക് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി കംപ്ലീറ്റ് ആയിട്ട് ചൂടാറുന്ന സമയത്ത് കുറച്ചുകൂടി അങ്ങ് തിക്കായിട്ട് വരും. നെക്സ്റ്റ് തിക്കായി വന്ന ആ ഒരു ചൂടാറിയതിന് ശേഷമുള്ള സിറപ്പ് ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ ഒന്നുകൂടി അങ്ങ് തിക്കായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് റെഡിയായി കിട്ടുക. ഇതിപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷമുള്ളതാണ്, കണ്ടോ. ഇതിപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ക്രീമി ആയിട്ടുള്ള ഒരു രീതിയിലോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് റെഫ്രിജറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇത് റെഡി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. അപ്പോൾ ചൂടാറിയ ശേഷം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ അടച്ചു വെക്കുക. അടച്ചതിന് ശേഷം ഫ്രീസറിനകത്തോ ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിലോ ഒരിക്കലും സൂക്ഷിക്കരുത്. ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു തട്ടിനകത്തായിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 3 മാസത്തോളം ഒരു കേടും വരാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എസൻസോ, അതായത് ഒന്ന് കുറച്ച് ആ ചൂട് നമ്മൾ ജസ്റ്റ് പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റി ആ ഒരു സമയത്ത് വേണമെങ്കിൽ എസൻസ് ചേർത്ത് കൊടുക്കാം. എസൻസിൻ്റെ ആവശ്യമില്ല, ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അല്ലാതെ തന്നെ എസൻസ് ചേർത്തുകൊണ്ട് ഇതിന് പ്രത്യേകം ടേസ്റ്റ് വരാനൊന്നുമില്ല. അല്ലാതെ തന്നെ ഇത് നല്ലൊരു ചോക്ലേറ്റ് ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. കാരണം ബ്രൗൺ ഷുഗറായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഓരോ തവണ യൂസ് ചെയ്യുന്ന സമയത്തും ജസ്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ എടുത്ത് പുറത്ത് വെക്കുക. പുറത്ത് വെക്കുമ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒരു കോട്ടിങ് പോലെ വരും, അതായത് ഈ കൊക്കോ പൗഡറിൻ്റെ ഒരു കോട്ടിങ് പോലെ ഉണ്ടാകും. അപ്പോൾ ആ ടൈമിൽ നിങ്ങളൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര സിറപ്പാണോ ആവശ്യമായിട്ടുള്ള ആ സിറപ്പ് മാത്രം എടുത്തിട്ട് ഒരു കണ്ടെയ്നറിനകത്തോട്ടേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളത് അപ്പോൾ തന്നെ ടൈറ്റായിട്ട് ക്ലോസ് ചെയ്തിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കുക. അതായത് നമ്മൾ വേറെ എന്തെങ്കിലും വേണ്ടി യൂസ് ചെയ്ത സ്പൂണോ കാര്യങ്ങളൊന്നും ഇതുമായിട്ട് മിക്സ് ചെയ്യാതെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് 3 മാസം വരെ ഒരു കേടും കൂടാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷ് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.